വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിങ്ങളെ ഇന്നത്തെ ഈ വചനാഗ്നി വിരുന്നിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഭാഗ്യവാനാണ്, ഭാഗ്യപ്പെട്ടവനാണ് എന്ന് നമ്മുടെ ജീവിതത്തിലും ബൈബിളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്. മനുഷ്യർ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു, ദൈവം ചില വ്യക്തികളെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു. ഈ ഭാഗ്യവാൻ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ആരാണ്? നമ്മളിത് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും, ഞാൻ ദൈവസന്നിധിയിൽ ഭാഗ്യവാനാണ്. ദൈവസന്നിധിയിൽ ഭാഗ്യവാനാകുന്നത് ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഈ ചിന്താവിഷയവുമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെ ഈ വചന വിരുന്നിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈശോ ഭാഗ്യവാനെന്ന് പത്രോസിനെ നോക്കി വിളിക്കുന്നു. പരിശുദ്ധ അമ്മ ഭാഗ്യവതിയാണ്. ഒരു ക്രിസ്ത്യാനി ആത്മീയ ജീവിതത്തിൽ ഈ ഭാഗ്യവാൻ ഭാഗ്യവതിയായിത്തീരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മനുഷ്യർ ഈ ഭൂമിയിൽ അനേകം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ലോട്ടറി അടിച്ചാൽ സമൂഹ മധ്യത്തിൽ അവൻ ഭാഗ്യവാനാണ്. മാനുഷികമായി നേട്ടങ്ങളുണ്ടായാൽ, വിദേശത്ത് ജോലി ലഭിച്ചാൽ, സമൂഹത്തിൽ ഉന്നത പദവി ലഭിച്ചാൽ അവൻ ഇന്ന് സമൂഹ മധ്യത്തിൽ ഭാഗ്യവാനാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഈ ഭാഗ്യം അത് ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ദൈവം ഒരു വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് അത് ഈ ലോകത്തിൻ്റെ ചിന്താഗതി അനുസരിച്ച് ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോഴല്ല, അവൻ നിത്യജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ആരെന്നാണ് പറയുന്നത്? ഉടനെ തന്നെ അവർ വിഭിന്നമായ ഉത്തരങ്ങൾ നൽകി. ചിലർ ഏലിയ, ജെറമിയ, അങ്ങനെ മറ്റു പ്രവാചകന്മാരിൽ ഒരുവൻ. ഉടനെ തന്നെ ഒരു പ്രചോദനത്താൽ ശിമയോൻ പത്രോസ് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഉടനെ കർത്താവ് ശിമയോനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ ഭാഗ്യവാനാണ്. കാരണം യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് ശിമയോനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ശിമയോന് ഈശോ മിശിഹായാണ്, തൻ്റെ മുമ്പിലിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് മാനുഷിക ചിന്താഗതി ഉപയോഗിച്ചല്ല ഏറ്റുപറയുന്നത്. അതൊരു ആത്മീയ പ്രചോദനത്താൽ ശിമയോൻ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തരുന്നതാണ്. ഇത് സ്വർഗീയ അഭിഷേകമാണ്. യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുന്നത് ഈ ഭൂമിയിൽ ആർക്കൊക്കെ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നോ, യേശുവിനെ ഏറ്റുപറയുവാൻ കഴിയുന്നുവോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഗ പറഞ്ഞതുപോലെ സമൂഹ മധ്യത്തിൽ ആരൊക്കെ യേശുവിനെ പ്രഘോഷിക്കുന്നുവോ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല.
അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ ഹൃദയത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നവൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ എല്ലാവരുടെ ഇടയിൽ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനാണോ? യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണോ? നീ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നെങ്കിൽ, ഈശോയെ ആദരം കൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റുപറയുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റുപറയുക. അങ്ങനെയെങ്കിൽ നീ ഭാഗ്യവാനായിത്തീരും. വീണ്ടും രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനത്തിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും. പരിശുദ്ധ അമ്മയ്ക്ക് ഉറച്ച ബോധ്യമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനം പാഴാക്കുകയില്ല, ദൈവത്തിൻ്റെ പദ്ധതി തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഈശോ മിശിഹായുടെ അമ്മയായി തീരാൻ പോകുന്നു എന്ന മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ അത് ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വിശ്വാസം അല്പം പോലും പരിശുദ്ധ അമ്മ സംശയമായിട്ട് കൊണ്ടുപോകുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഉറച്ച ബോധ്യമുണ്ട്, ജീവിതത്തിൻ്റെ ദൈവവിളി സ്വീകരിച്ച നിമിഷം മുതൽ മരണം വരെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. എങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുക, ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടാവുക. നീ ഹൃദയത്തിൽ കർത്താവിനെ വിശ്വസിക്കുക. ഹൃദയത്തിൽ കർത്താവിനെ വിശ്വസിച്ചാൽ ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറച്ച് വിശ്വസിക്കാവുന്നത് ദൈവത്തെയാണ്. മനുഷ്യനെ ഒരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുകയില്ല. മാനുഷിക വിശ്വാസങ്ങളൊക്കെ തെറ്റാറുണ്ട്, മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറാറുണ്ട്, മനുഷ്യൻ്റെ തീരുമാനങ്ങൾ പോലും തെറ്റിപ്പോകാറുണ്ട്. എങ്കിൽ നമ്മൾ 100% വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു, നിന്റെ സന്തതികളെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും, ഭൂമിയിലെ മണൽത്തരി പോലെ പെരുകും. ആ വാഗ്ദാനം കർത്താവ് നിറവേറ്റി. കർത്താവ് അബ്രാഹത്തിൻ്റെ സന്തതികളെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ പോലെയും, ഭൂമിയിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും, ഭൂമിയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ കണ്ണും പൂട്ടി ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഭാഗ്യവാനും ഭാഗ്യവതിയായി തീരുകയാണ്. നമ്മൾ പരിശോധിക്കണം, ദൈവത്തിൽ ആഴമായിട്ട് വിശ്വാസമുണ്ടോ? കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടോ? സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുവിൻ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുവിൻ. ഇന്ന് മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ പരിശ്രമിക്കുകയാണ്. അവൻ്റെ ബുദ്ധിക്ക് 1-ാം സ്ഥാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് കൊരിന്തോസുകാർക്ക് ഇത് 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ നിയമങ്ങൾ ഭോഷത്വമാണ്. ലൗകിക മനുഷ്യന് പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അറിയാൻ കഴിയുകയില്ല. ലൗകിക മനുഷ്യന് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടാണ് എടുക്കുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിയെടുക്കുന്ന ഏത് തീരുമാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ജോലിക്ക് ഒരുങ്ങുമ്പോൾ, ഒരു വിവാഹം നടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉന്നതമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിച്ചൊരുങ്ങുക. നിങ്ങൾ ആദ്യം ദൈവത്തോട് ആലോചന നടത്തണം. ആദ്യം ദൈവവുമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ അന്വേഷിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി, വിവാഹത്തിന്, ജോലിക്ക് വേണ്ടി, മറ്റ് ഭൗതികമായ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ദൈവഹിതത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവഹിതത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ദൈവഹിതത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നത് ഒരു തീരുമാനങ്ങളെ മുഴുവൻ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തിന് തീരുമാനം കണ്ടെത്തുമ്പോൾ അത് ദൈവഹിതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ദൈവത്തോട് ആലോചന നടത്തിയിട്ടാണ്. യേശുവേ പിതാവാണ്. അത് ഇതേക്കുറിച്ച് പരിശുദ്ധ അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ആലോചന നടത്തുമ്പോൾ ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതുപോലെ മാനുഷികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ദൈവഹിതം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഹിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല, വൃഥാവിലാവുകയില്ല. അതുകൊണ്ട് ദൈവഹിതം കണ്ടെത്തുന്നവരാണ് എങ്കിൽ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് എങ്കിൽ, ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണ് എങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നീ ഭാഗ്യവാനും ഭാഗ്യവതിയായിത്തീരും. അതാണ് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ വേറൊരു ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. ഈശോ മിശിഹായുടെ വചനം പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പരോക്ഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ വഹിച്ച ഉദരവും നിനക്ക് പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഉടനെ തന്നെ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, ചേർത്ത് പറയുകയാണ്, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാൻ. വചനമനുസരിച്ച് ജീവിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാൻ. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, ദൈവവചന പ്രകാരമാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും പരിശോധിക്കേണ്ടത് ദൈവവചനമനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്. 10 പ്രമാണങ്ങളും ഹൃദയത്തിലുണ്ടായിരിക്കണം. 10 പ്രമാണങ്ങളും പൂർണ്ണമായിട്ട് നീ പാലിക്കണം. 10 പ്രമാണങ്ങളോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് വചനമനുസരിച്ച് ജീവിക്കുക. പരിശുദ്ധ അമ്മ വചനമനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഈ വചനത്തിന് പൂർണ്ണമായിട്ട് സാക്ഷ്യം വഹിക്കുകയാണ്. ആ വചനത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയാണ്. ദൈവവചനം പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. അതാണ് വചനം നല്ല നിലത്ത് വീഴുമ്പോൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. പലപ്പോഴും ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിനും ഭൗതികതയ്ക്കും ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ വചനത്തെ ഞെരുക്കുകയാണ്. അതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. ലൗകിക വ്യഗ്രതയും ധനത്തോടുള്ള മോഹവും വചനത്തെ ഞെരുക്കിക്കളയുകയാണ്. ഇന്ന് ധനത്തിനൊന്നാം സ്ഥാനം, സമ്പത്തിനൊന്നാം സ്ഥാനം, സുഖഭോഗങ്ങൾക്കൊന്നാം സ്ഥാനം, ആസക്തികൾക്കൊന്നാം സ്ഥാനം, പാപത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനം ഞെരുക്കിക്കളയുകയാണ്. വചനം ഫലപ്പുറപ്പെടുവിക്കാതെ വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ, വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണ് എങ്കിൽ, ആ വചനം വഴിയായി നീ അനുഗ്രഹിക്കപ്പെടും. വചനം പാലിക്കുന്നവൻ അനുഗ്രഹീതനായിത്തീരും. വചനമനുസരിച്ച് ജീവിക്കുന്നവൻ അനുഗ്രഹീതനായിത്തീരും. ദൈവവചനത്തിൽ വിശ്വാസമർപ്പിക്കുവിൻ, ദൈവവചനത്തിൽ ആശ്രയം വയ്ക്കുവിൻ, നീ ഭാഗ്യപ്പെട്ട വ്യക്തിയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ വചനമനുസരിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ വചനമനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. വചനമല്ല, ലോകത്തെ അനുസരിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ഭാഗ്യവതിയല്ല, നിർഭാഗ്യവാനായി തീരുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകാൻ നീ ആഗ്രഹിക്കുക. കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ഭാഗ്യവതിയായിത്തീരും. അതുകൊണ്ട് വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ, സങ്കീർത്തനം 32, 1 മുതലുള്ള തിരുവചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, പാപം പൂർണ്ണമായി മോചിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും കിട്ടിയവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു നല്ല കുമ്പസാരം നടത്തിക്കഴിയുമ്പോൾ നീ ഭാഗ്യവാനായിത്തീരും. ഒരു പൂർണ്ണ കുമ്പസാരം നടത്തി ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് കുമ്പസാരക്കൂട്ടിൽ പൂർണ്ണ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ഭാഗ്യവാനായിത്തീരുകയാണ്.
നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, എൻ്റെ കുമ്പസാരം എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയുള്ള കുമ്പസാരമാണ്. പലപ്പോഴും കുമ്പസാരത്തെ ലാഘവത്തോടെ കാണാറുണ്ട്. കുമ്പസാരം ഒരു ചടങ്ങായിട്ട് മാറാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു, 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു, 5 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. കുമ്പസാരത്തെ ചടങ്ങായിട്ട് കാണാൻ കഴിയും, കുമ്പസാരത്തെ അഭിഷേകമായിട്ടും കാണാൻ കഴിയും. ഒരു വിശുദ്ധിയുള്ള കുമ്പസാരം മതി ഒരു പൂർണ്ണ ഭാഗ്യവാനായി തീരാൻ. പലരുടെയും പാപമേഖലകളിൽ വിടുതൽ കിട്ടുന്നില്ല. പല തഴക്കദോഷങ്ങളും മാറാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നീ കുമ്പസാരത്തെ ഗൗരവമായിട്ട് കാണുന്നില്ല. നിന്റെ ജീവിതത്തിൽ കുമ്പസാരത്തിന് നീ വില കൽപ്പിക്കുന്നില്ല. നീ കുമ്പസാരത്തെ ഗൗരവമായിട്ട് കണ്ടെത്തിയാൽ നിനക്ക് പാപപ്രതിയിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിയാൻ കഴിയും. ഇത് സൗജന്യ ദാനമാണ്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, എൻ്റെ കുമ്പസാരം എത്രമാത്രം ഉള്ളതാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി ചില കുമ്പസാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകും. കാരണം വളരെ ഗൗരവമായ പാപങ്ങൾ പറയുമ്പോഴും കുമ്പസാരിക്കാൻ വന്ന വ്യക്തിക്ക് ഒരു തുള്ളി കണ്ണുനീരില്ല. അനുതാപമില്ലാതെ, വേണ്ടത്ര ഗൗരവം കൽപ്പിക്കാതെ ഗൗരവമായ പാപങ്ങളെപ്പോലും അതരങ്ങളിൽ നിന്ന് പറയുമ്പോൾ ആ കേട്ടിരിക്കുന്ന വിശുദ്ധനായ വൈദികൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. അതാണ് കുമ്പസാരത്തെ ഗൗരവത്തോടെ കാണാൻ കഴിയണം. നമ്മൾ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ പാപിനിയായ സ്ത്രീയുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പിന്നിലിരുന്ന് ദേവാലയത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ചുങ്കക്കാരൻ്റെയും, ഈശോയുടെ കുരിശിൻ്റെ വലതുവശത്ത് കണ്ണീരോടെ അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി കരയുന്ന ആ നല്ല കള്ളൻ്റെ കണ്ണുനീരുമൊക്കെ കാണുമ്പോൾ ഒരു നല്ല കുമ്പസാരം ഹൃദയത്തിൽ പതിക്കും. ഒരു നല്ല കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ നീ പൂർണ്ണനായി ഭാഗ്യവാനായി തീരുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. നീതിയോടെ വ്യാപരിക്കുക, സത്യസന്ധതയോടെ വ്യാപരിക്കുക. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവർ, സമൂഹ മധ്യത്തിൽ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ, മറ്റുള്ളവരെ പറ്റിക്കുന്നവർ, എല്ലാ തരത്തിലുള്ള തിന്മകൾക്കും കൂട്ടുനിന്ന് വിശുദ്ധിയുടെ ബാഹ്യമോടി അണിഞ്ഞ് ജീവിക്കുന്നവർ വഞ്ചനയാണ് കാണിക്കുന്നത്. അങ്ങനെ വഞ്ചന കാണിച്ച് ജീവിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നമ്മളെ പരിശോധിക്കുന്ന കർത്താവ് നിൻ്റെ ആത്മീയ ജീവിതത്തിനാണ് പ്രതിഫലം നൽകുന്നത്. ഇതാണ് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാനായിത്തീരണം. നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ 2 തരം കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ 2 തരം അളവ് പാത്രങ്ങൾ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവ് പാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും മനുഷ്യരെ പറ്റിക്കുന്നവരായി തീരാതിരിക്കാം, മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരായി തീരാതിരിക്കാം. കാരണം നമ്മളെ പൂർണ്ണമായിട്ട് പരിശോധിക്കുന്ന ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. അതാണ് കർത്താവ് കുറ്റം ചുമത്താത്തവനും. അതാണ് ദൈവം ജോബിനെ കണ്ടിട്ട് പറയുകയാണ്, സാത്താനോട് പറയുകയാണ്, നീ ജോബിനെ കണ്ടോ? ഈ ഭൂമിയിലുള്ള മനുഷ്യനായ ജോബിനെ കണ്ടിട്ട് പറയുകയാണ്, ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തി തോബിത്ത്. ആർക്കും തോബിത്തിൽ കുറ്റം കണ്ടെത്താൻ കഴിയുകയില്ല. അത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ചതാണ്. നീ ഈ ഭൂമിയിൽ നീതിമാനായി വിശുദ്ധിയുള്ളവനായി മറ്റുള്ളവരെ വഞ്ചിക്കാതെ നിർമ്മല ഹൃദയത്തോടെ ജീവിച്ചാൽ ദൈവസന്നിധിയിൽ ഭാഗ്യവാനാണ്. നമ്മുടെ പാപം മോചിക്കപ്പെട്ടാൽ നിഷ്കളങ്കതയുള്ളവനായി ജീവിച്ചാൽ ഭാഗ്യവാനാണ്. അതുകൊണ്ട് പരിശോധിക്കുക, പാപം ചെയ്ത് ജീവിക്കുന്നവനാണോ, വഞ്ചനയോടുകൂടി ജീവിക്കുന്നവനാണോ? എങ്കിൽ ഞാൻ നിർഭാഗ്യവാനാണ്. പാപം മോചിക്കപ്പെട്ടവനാണോ, നിഷ്കളങ്കതയുള്ളവനാണോ, മറ്റുള്ളവരെ ഒരിക്കലും വഞ്ചിക്കാത്തവനാണോ? എങ്കിൽ നീ ഭാഗ്യവാനാണ്. നമുക്ക് പരിശോധിക്കാം. ഞാൻ ഈ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ദൈവം ഒരുക്കുന്ന,
ദൈവം ക്രമീകരിക്കുന്ന ഭാഗ്യത്തിൻ്റെ പരിധിയിൽ വരുന്നവനാണോ എന്ന് പരിശോധിക്കാം. വീണ്ടും വചനത്തിലൂടെ പറയുകയാണ്, സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നവൻ ഭാഗ്യവാനാണ്. സഹനങ്ങളെ ആത്മീയ രഹസ്യമായിട്ട് നിത്യജീവിതത്തിലേക്ക് ദൈവം ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വീകരിക്കുമ്പോൾ സഹനങ്ങളിൽ വലിയ അനുഗ്രഹമുണ്ട്. അപ്പോൾ സഹനങ്ങളെ ദൈവത്തിന് വേണ്ടി ഹൃദയത്തിലേറ്റുന്നവൻ ഭാഗ്യവാനാണ്. സഹനങ്ങളെ ദൈവത്തിന് വേണ്ടി ഹൃദയത്തിലേറ്റുന്നവൻ ഭാഗ്യവാനാണ്. നമ്മളും സഹനങ്ങളെ ഹൃദയത്തിലേറ്റണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ കർത്താവ് ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന, മലയിലെ പ്രസംഗത്തിലൂടെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന ഒരു നീണ്ട ഗണമുണ്ട്. 5-ാം അധ്യായം, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രരായവർ, ഈ ഭൂമിയിൽ ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തുന്നവർ ആത്മാവിൽ ദരിദ്രരാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവരെ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിന് ശേഷം ഉപേക്ഷിക്കുകവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ ഭൂമിയിൽ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവരെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ദൈവം ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് ധനവാന്റെ ലാസറിൻ്റെ ഉപമയിൽ ലാസറിന് ജീവിതത്തിൽ ആരുമില്ലായിരുന്നു. ആ ലാസറിനെ തേടി ദൈവം എത്തി. ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ നമുക്കാരും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും കാണാൻ ആരുമില്ലാത്തപ്പോഴും ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 56:8, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹനങ്ങളെ സ്വീകരിക്കുന്നത് വീണ്ടും എഴുതിയിരിക്കുന്നുണ്ട്. നീതിക്ക് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കും. ഇന്ന് ജീവിതം മുഴുവൻ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതം മുഴുവൻ ചില ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അടുത്ത് വരും കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട്. അവരുടെ ജീവിതം മുഴുവൻ കണ്ണുനീരാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും ഏറ്റ കണ്ണുനീര്. ഒരിക്കലും ഒരു വ്യക്തി പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതാരംഭം മുതൽ ഇന്ന് വരെ 50 വയസ്സോളമുണ്ട്, ഇന്ന് വരെ ജീവിതം പരിശോധിച്ചാൽ കരയാത്ത ഒരു ദിവസം പോലുമില്ല, കരയാത്ത ഒരു ദിവസവും ഇല്ല. പക്ഷേ അച്ഛാ, എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വേദനിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയധികം സഹനങ്ങളുടെ തീച്ചൂളയിലായിരിക്കാം, ഒരുപക്ഷെ ആരും മനസ്സിലാക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നീ ഭാഗ്യവാനാണ്. കർത്താവ് പറയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ഈ ഭൂമിക്ക് ശേഷം അവർക്ക് വിലാപമല്ല, ആത്മസന്തോഷമാണ്. അവർക്ക് വരുന്നത് ഭാഗ്യവാനാണ്, അവർക്ക് ഭാഗ്യമാണ് വരുന്നത്. അങ്ങനെ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭാഗ്യവാന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട്. നീതിക്ക് വേണ്ടി വിശപ്പ് ദാഹവും സഹിക്കുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റുണ്ട്. അത് ഈ ഭൂമിയിൽ സന്തോഷം കണ്ടെത്താതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരാണ്. നമുക്ക് പരിശോധിക്കുക, ഈ ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തുന്നവരാണോ? വീണ്ടും സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ എപ്രകാരമാണ് സങ്കീർത്തകൻ ഒരു വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. നീ കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കണം, പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാറണം, ചുറ്റുമുള്ളവരുടെ നിന്ദനങ്ങളുടെ മധ്യേ നീ ദൈവത്തെ ഏറ്റുപറയണം. അതാണ് ദുഷ്ടരും പാപികളുമല്ല നീ സഹവർത്തിത്വം നിൻ്റെ കൂട്ടുകാരായിട്ട് നീ സ്വീകരിക്കേണ്ടത്. നീ നിൻ്റെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കണം. അതാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അത് ഭാഗ്യമാണ്. നിനക്കൊരു കൃപയാണ് കർത്താവ് തരുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും സങ്കീർത്തകൻ 2:12, കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ ആശ്രയം ദൈവമാണ്. അപ്പോൾ അച്ഛൻ ഈ ഭാഗ്യവാന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിത്യജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നാമതായിട്ട് ശിമയോൻ, പത്രോസ്, യേശുവിനെ ഏറ്റുപറയുന്നവൻ ഭാഗ്യവാനാണ്. രണ്ടാമത് പരിശുദ്ധ അമ്മ
കർത്താവ് അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. മൂന്നാമത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് അവൾ ഭാഗ്യവതിയായിത്തീരുക. നാലാമതായിട്ട് പാപമോചനം കിട്ടിയവൻ ഭാഗ്യവാനാണ്. അഞ്ചാമതായിട്ട് വീണ്ടും സ്വർഗത്തെ പ്രതി സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആറാമതായിട്ട് ചിന്തിക്കുമ്പോൾ നേരായ വഴിയിലൂടെ നടക്കുന്നവൻ ഭാഗ്യവാനാണ്. ഏഴാമതായിട്ട് കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ 7 വഴികളും ബൈബിൾ നമുക്ക് നൽകുന്നതാണ് എപ്രകാരമാണ് ഒരു വ്യക്തി ഭാഗ്യവാനായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മീയ ജീവിതത്തിന് വേണ്ടി, നിത്യജീവിതത്തിന് വേണ്ടി ഭാഗ്യവാന്മാരായിത്തീരാം. ഒരു പക്ഷേ നിത്യജീവിതത്തിൻ്റെ ഭാഗ്യത്തിൽ വേണ്ടി നീ യത്നിക്കുമ്പോൾ ഈ ലോകത്തിൽ നിർഭാഗ്യവാനായിരിക്കാം, നിനക്ക് ആരുമില്ലായിരിക്കാം. ആ സ്വർഗഭാഗ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇന്നത്തെ വചനങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവേ, നിത്യജീവിതത്തിന് വേണ്ടി എന്നെ ഒരുക്കണമേ. എൻ്റെ സഹനങ്ങളും എൻ്റെ വേദനകളും എൻ്റെ നിരാശകളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ഭാരങ്ങളും ഈ സമയത്ത് തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഞാനും പൂർണ്ണമായി നിത്യജീവിതത്തിന് വേണ്ടി ആനന്ദിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ സമയം എല്ലാ വേദനകളും ദുഃഖങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഹൃദയം തുറന്ന് സ്തുതിക്കുമ്പോൾ, ഹൃദയം തുറന്ന് കർത്താവിനെ ഏറ്റുപറയുമ്പോൾ, ഹൃദയം തുറന്ന് വിശ്വസിച്ച് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നവരൊക്കെ വിശ്വസിച്ച് സ്തുതിക്കണം. വിശ്വസിച്ച് സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നിരാശയും ദുഃഖങ്ങളും ആകുലതകൾക്ക് മാറും. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും. കർത്താവേ, അവിടുത്തെ കൃപ എനിക്ക് നൽകണമേ, നിത്യഭാഗ്യത്തിന് വേണ്ടി അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നമുക്ക് കർത്താവിനെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സ്തുതിക്ക് കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.